ഇതിൽ ട്രംപ് പിണങ്ങുമോ? ഈ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് ആ ബന്ധം ഒന്നാമത് പിണിറ്റിട്ടായി. വെസ്റ്റേൺ മീഡിയാസ് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളാമോ? കാരണം ഈ കുറ്റം വരുന്ന അവസരം എന്ന് പറയുന്നത് ഇന്നലെ പുടിൻ ഒരു വലിയൊരു ധംകി അല്ലെങ്കിൽ ഭീഷണി കൊടുത്തിരിക്കുകയാണ് യൂറോപ്യൻ ദേശങ്ങൾക്ക്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു അതെന്തോ വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു വരവ്, എവിടേക്കുള്ള വരവ്, നമ്മുടെ ഇന്ത്യക്കുള്ള വരവ്. കാരണം അതിനെയാണ് വെസ്റ്റേൺ ദേശങ്ങൾ കാരണം ഒരു സംശയ കണ്ണോടെ കാണുന്നത്. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ടെലഗ്രാഫിൽ വന്ന ന്യൂസാണ്, ബ്രിട്ടീഷ് അംബാസിഡർ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഒരു വരവിനെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് 40% ഇൻവെന്ററീസ്, ഡിഫൻസ് ഇൻവെന്ററീസ് വരുന്നത് ഫ്രാൻസിനാണ്. ഫ്രാൻസും റഷ്യയും ഒക്കെ അറിയില്ല, അവർ തമ്മിൽ ഫ്രാൻസും വരുന്നു, പിന്നെ അമേരിക്ക എന്ന് പറയുന്ന ജാവലിനെ പോലുള്ള സാധനം അമേരിക്ക എന്ന് വരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണം, പല സ്ഥലങ്ങളിൽ വേണം. വെസ്റ്റേൺ ദേശങ്ങൾ കാണുന്നത് അതിനെ ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് വെസ്റ്റേൺ ദേശങ്ങൾ എങ്ങനെ, അതായത് അമേരിക്ക ഉൾപ്പെടെ 32 ദേശങ്ങൾക്കെതിരെയാണ് റഷ്യ നിൽക്കുന്നത് അല്ലേ. 32 ദേശങ്ങൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ചായി മാറുക. അത് എളുപ്പമായ കാര്യമായിരിക്കില്ല. എന്താണ് ഇത് കിട്ടാൻ പോകുന്നത് സാറേ? ഈ തിരിച്ചു വന്നു പോയ ഹാൻഡ് ഷേക്സ് ഇട്ട് മാത്രമാണോ ചോദ്യം? ഇതിനൊരു ചോദ്യമുണ്ട്. ഇപ്പം അസിൻ മുനീറിന് ഓവൽ ഓഫീസിലും വൈറ്റ് ഹൗസിലും ഷവാസ് ഷെരീഫിനെ കൊണ്ടുവരുന്നു, ഡിന്നർ കൊടുക്കുന്നു, ലഞ്ച് കൊടുക്കുന്നു, ഫ്ലോറിഡയെ കൊണ്ടുപോകുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇതിന് റിറ്റാലിയേഷൻ ചെയ്യാൻ വേണ്ടിയാണ് മോദി ഇത് ചെയ്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ കാര്യം. ഇതൊരു സ്ട്രാറ്റജിക്കലൊക്കെ ഈ ഒരു മൂവിന്റെ പുറത്ത് ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ ഓഫർ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്തുനിന്നായിരിക്കും ഓഫർ വന്നിരിക്കും ഇങ്ങോട്ട് വരാനുള്ളത്. ഇതും നരേന്ദ്രമോദി ഇൻവൈറ്റ് ചെയ്തായിരിക്കില്ല. കാരണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 71 റഷ്യ അല്ല, റഷ്യ സോവിയറ്റ് യൂണിയൻ നമുക്ക് വ്യത്യാസമുണ്ട്. റഷ്യ എന്ന് പറയുമ്പോൾ ലോകത്തിലെ 11ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യയുടെ പകുതി മാത്രമേ ഉള്ളൂ GDP. മനസ്സിലാക്കുന്നു പറയാം. നമ്മൾ ചിന്തിക്കേണ്ട പണി അതുമാത്രമല്ല ഈ പറയുന്നത്. സാധനം പോയിന്റിലേക്ക് വരാം. ഒരു മിനി ചൈനയാണ് ആര്? റഷ്യ എന്ന് പറയാം. $385 ബില്യൺ ഡീൽസ് ആണ് റഷ്യയും ചൈനയും ഉള്ളൂ. ചൈനയിൽ നിന്ന് വാങ്ങുന്നതിന്റെ കണക്കുമല്ലോ. നാളെ ഞാൻ പറയട്ടെ, Su-57 നമുക്ക് ഉപയോഗിക്കില്ല എന്തോ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തോ ഉറപ്പുള്ളൂ. ബ്രഹ്മോസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? കാരണം അവർ നമ്മുടെ ട്രേഡിലും ചിന്തിക്കുന്ന പോലെയല്ല. $385 ബില്യൺ ട്രേഡാണ് ചൈനയും റഷ്യയും. ലിറ്റിൽ ചൈനയാണ് റഷ്യ. എത്ര പേർക്ക് അറിയാൻ സാധിക്കും? അവരെല്ലാം ചൈനയ്ക്ക് റഷ്യക്ക് വേണ്ട എല്ലാ സാധനവും വാങ്ങുന്നത് അവിടെ നിന്നാണ് വാങ്ങുന്നത്. അല്ല, റഷ്യയുടെ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്, പൈപ്പ് ലൈൻ ഇട്ട് ആ റീജിയൻ മുഴുവൻ. അതായത് നേരത്തെ ഇന്ത്യ ചൈന വാറുണ്ടായ സമയത്തും റഷ്യയുടെ സ്റ്റാൻഡ് ചൈനയുടെ കൂടാണ്.